ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യേശുവിൻ്റെ ഉയർപ്പ് കാണാൻ പള്ളിയിലേക്ക് പോവാണ്. കോതമംഗലം വടാട്ടുപാറ സെൻറ്റ് മേരീസ് ചർച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആനക്കാടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഫുൾ ആനയാണ്. പക്ഷേ അന്ന് നമ്മൾ ആനനെ ഒന്നും കണ്ടില്ല കേട്ടോ. ഇതിപ്പോൾ പള്ളിയുടെ നമ്മൾ സൈഡിലെത്തിയിട്ടുണ്ട്. ഇത് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയാണ്. പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ആൾ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു കേട്ടോ. വെയിറ്റ് ചെയ്ത സമയത്ത് കാറ്റൊക്കെ വീശിയപ്പോൾ കുഞ്ഞാവ അനിയനാണ്, ഹനീത്ര ഹസ്ബൻഡാണ്, അവൻ അവിടെ ഇറങ്ങി റോട്ടിൽ നിന്ന് പഴുത്ത മാങ്ങ പറക്കലായിരുന്നു പരിപാടി. കാരണം നമ്മൾ വണ്ടിയിൽ റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ നമ്മൾ പള്ളിയിൽ തുടങ്ങിയപ്പോൾ പള്ളിയിലോട്ട് ചെന്നു. 3 മണി കഴിഞ്ഞായിരുന്നു പള്ളിയിൽ തുടങ്ങിയപ്പോൾ. ഇനി യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് കാണാം. ഈശോൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലൊരു ഇടുപ്പ് തന്നെയാണ്. കാരണം അത് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു അനുഭൂതി തന്നെയാണ്. കാരണം എനിക്ക് വീഡിയോസ് എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത് ആ ഒരു മനസ്സിലോട്ട് വരുന്നൊരു മനസ്സുഖവും, കാരണം ആ ഒരു ഫീലിങ്ങും എല്ലാം നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ ഇതാക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അത്രയ്ക്ക് നമുക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് ആ ഉയർപ്പ് എന്ന് പറയുന്നത്. കാണാനായിട്ട് കോടിക്കണക്കിന് ആൾക്കാർ തന്നെ അവിടെ വരും. ഇവിടെ മാത്രമല്ല, പല ചർച്ചകളിലും പല സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്ക്. നമുക്ക് അറിയാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയാണ് ഞാനത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈശോൻ്റെ ഉയർപ്പെല്ലാം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകണം. പ്രദക്ഷിണമുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്, പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈശോൻ്റെ ഉയർപ്പ് നടത്തിയത്. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞാൽ പള്ളിക്കകത്ത് ഈശോൻ്റെ രൂപം വെള്ള കർട്ടനും കൊണ്ട് മൂടിയിടും. അതിന്ന് അച്ഛൻ പ്രാർത്ഥിച്ചാണ് ആ വെള്ള കർട്ടൻ മാറ്റുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ക്യൂ ആയിട്ട് അച്ഛൻ പുറകിലുണ്ടാകും. പ്രാർത്ഥനയിൽ ഈശോനെയും പിടിച്ച് പുറകിലുണ്ടാകും. നമ്മളെല്ലാവരും ക്യൂ നിന്ന് നേരെ മെഴുകുതിരി കത്തിച്ച് നടക്കുക. അപ്പോൾ അച്ഛൻ ആ രൂപം കൊണ്ട് നമ്മുടെ പുറകെ വരും. പ്രദക്ഷിണം കഴിഞ്ഞ് എല്ലാവരും പള്ളിമുറ്റത്ത് വന്നു. കാരണം നമ്മൾ പള്ളിമുറ്റത്ത് നിന്ന് പള്ളിക്കകത്തേക്ക് കയറാൻ പാടില്ല. അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് പള്ളിക്കകത്തോട്ട് ഈശോൻ്റെ രൂപം കൊണ്ട് കയറാൻ പാടുള്ളൂ. അവിടെ നിങ്ങളൊരു കുരിശ് നിൽക്കുന്നു കണ്ടോ, ഒരു വലിയ കുരിശ് അനങ്ങുന്നത് കണ്ടോ. ആ കുരിശ് കൊണ്ട് 3 പ്രാവശ്യം പ്രാർത്ഥന ചൊല്ലി കപാടം മുട്ടിയതിന് ശേഷം മാത്രമാണ് തുറക്കപ്പെടുകയുള്ളൂ. ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ ഈശോനെ വിളിച്ചകത്തേക്ക് പള്ളിക്കകത്തേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഈശോൻ്റെ രൂപം വെള്ള തുണി കൊണ്ട് വെള്ളിയാഴ്ച കഴിഞ്ഞ് മൂടിയിടുമെന്ന്. ആ തുണി അച്ഛൻ ചെന്ന് പ്രാർത്ഥിച്ച് ആ രൂപം അവിടെ വെച്ചതിന് ശേഷം മാത്രമാണ് തുറക്കുകയുള്ളൂ. അപ്പോൾ പിന്നീട് അച്ഛൻ പ്രാർത്ഥിച്ച് കുർബാനയിലോട്ടുള്ള കാര്യങ്ങളിലോട്ട് കടന്നു കേട്ടോ. കുർബാന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈശോൻ്റെ രൂപം മുത്താനും അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റേഴ്സ് മിഠായും തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈസ്റ്ററിൻ്റെ ഇതായിട്ട് ഈ സിസ്റ്റേഴ്സ് മിഠായും തരുന്നുണ്ടായിരുന്നു. നമ്മളപ്പോൾ മിഠായൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ പള്ളിയിൽ നിന്ന് തിരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും പോകാനായിട്ട് നിൽക്കുകയാണ്. പള്ളിയിലെ കുർബാന കഴിഞ്ഞു, ഞങ്ങളും പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ബൈ ബൈ.